സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. തച്ചോളിയോദേനന്റെയും ഉണ്ണിയാർച്ചയുടെയും നാട്ടിൽ കളരിപ്പെരുമയുടെ ഓർമ്മകൾ പേറുന്ന ചോമ്പാലയുടെ മണ്ണിൽ നടക്കുന്ന കടത്തനാട്ടംഗം ശ്രദ്ധേയമാകുന്നു. കളരിയുടെ ഈറ്റില്ലമായ ചോമ്പാലയിൽ നടക്കുന്ന കളരി പ്രദർശനം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് അഴിയൂർ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുന്നത്. പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ 9 ദിവസങ്ങളിലായി ദിവസേന 3 കളരി സംഘങ്ങളുടെ കളരി പ്രദർശനവും മറ്റ് പരിപാടികളും നടക്കുന്നുണ്ട്. കൂടാതെ അന്തരിച്ച മണിയങ്കണ്ടി ഭാസ്കര ഗുരുക്കൾ, ചോയി ഗുരുക്കൾ, പാറു ഗുരുക്കൾ എന്നിവരുടെ ശിഷ്യർ അവരുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ആയോധന കലകൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നുമുണ്ട്. വടകര ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യുന്ന ഈ പരിപാടി വാസ്തവത്തിൽ വടകര ഈ ബ്ലോക്ക് അതിർത്തിയിലുള്ളവർക്ക് മാത്രമല്ല, കേരളത്തിലെ മൊത്തമുള്ള ആളുകൾക്കും ഒരു വലിയ ഉത്തേജകമായിട്ടുള്ളൊരു കാര്യമാണ്, ഉത്തേജനമാണിത്. കാരണം അവനവൻ്റെ പ്രദേശത്തുള്ള കലകളെയും അതുപോലെ പൈതൃകമായിട്ടുള്ള കാര്യങ്ങളെയും ഒക്കെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. വലിയൊരു സന്ദേശമാണ് വാസ്തവത്തിൽ ഈ മേള കൊടുക്കുന്നത്. നമ്മൾ എല്ലാത്തിനെയും മറ്റ് പുറമേയുള്ള കലകളെയും മറ്റേ മാഞ്ഞു പുൽകുമ്പോൾ നമ്മുടെ പ്രദേശത്തിന് തന്നെ ഒരുപാട് സംരക്ഷിക്കപ്പെടേണ്ടതും നമ്മൾ കൊണ്ടു നടക്കേണ്ടതുമായ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഭരണ സംവിധാനത്തിന് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ വടകര ബ്ലോക്ക് പഞ്ചായത്ത്. എന്നെപ്പോലെ ഇവിടുത്തെ ജീവിക്കുന്ന ഒരാൾ എന്നുള്ളതിലും ഒരു കലാകാരൻ എന്നുള്ളതിലും ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു. ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ വ്യാപൃതരായാലും ഒരുപാട് കാലം കൊണ്ട് എന്നെ പോലുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വാസ്തവത്തിൽ വടകര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിനെല്ലാ അഭിനന്ദനങ്ങളും ഈ ബ്ലോക്ക് പഞ്ചായത്ത്. ചോമ്പാല ഉദയ കളരിയായിരുന്നു കളരി സംഘങ്ങളുടെ ആസ്ഥാനം. വടകര, കോഴിക്കോട് ഉൾപ്പെടെ മറ്റ് ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളായ മണിപ്പൂർ, മേഘാലയ, ആസാം തുടങ്ങിയ സ്ഥലങ്ങളിലെയും കളരികളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. വന്നുപോകുന്ന കടത്തനാടൻ കളരി പരമ്പരയെ സംരക്ഷിക്കുന്നതിനും ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഈ കടത്തനാട്ടംഗം 2025 എന്ന പരിപാടി ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും കളരി അഭ്യാസ പ്രകടനങ്ങളും പ്രദർശനങ്ങളും വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. ഇതോടെ ഒന്നിച്ച് തന്നെ കൊമേഴ്സ്യൽ സ്റ്റാളുകളും ഗവൺമെൻറ് സ്റ്റാളുകളും ഫുഡ് കോർട്ടൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഈ പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും 10,000-കണക്കിന് ആളുകൾ ഈ പരിപാടിയിലേക്ക് കടന്നു വരുവാൻ എന്നാണ് സംഘാടക സമിതിയുടെ അഭിപ്രായം. ഇതിൻ്റെ തുടർ പദ്ധതിയായി വരും വർഷങ്ങളിൽ ഇതൊരു തുടർ പദ്ധതിയായി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് നടത്തും എന്നാണ്, സംസ്ഥാന ഫോക്ലോർ അക്കാദമി ഏറ്റെടുത്ത് നടത്തുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം. ഏതായാലും അതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കരുതുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടത്തനാട് KPCGM കളരി സംഘം വടകര, KP ചന്ദ്രൻ ഗുരുക്കൾ സ്മാരക കളരി സംഘം പുതുപ്പണം, വില്യാപ്പള്ളി അഷ്ടപതി കളരി സംഘം, കടത്തനാട് ചേകോർ കളരി സംഘം ചാലപ്പുറം, KGS കളരി സംഘം, സൗഹൃദം കളരി സംഘം തുടങ്ങിയവരുടെ കളരി പ്രദർശനം നടന്നു. ജില്ലയിലെ 22ഓളം കളരി സംഘങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. बाकी